സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ്, ഒരുപാട് പേരുടെ ക്രഷ് ആണ്, അതിലുപരി എസ്തെറ്റിക് ആണ്. ആൻസിന്ദു കമ്മിറ്റഡ് ആണോ? എന്റെ ദൈവമേ, അല്ല അല്ലേ? അല്ല. അതെന്താ? ഞാൻ അന്ന് പറഞ്ഞു എനിക്ക് ഒരു ചെക്കിനുള്ളിൽ എന്നെ ആരും പ്രപ്പോസ് ചെയ്തില്ല. ആൻസിന്റെ ആപ്സിന്റെ ഫാൻസ് ഉണ്ട്, സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഫാൻസ് ഉണ്ട്. എന്ത് ഇതിന് ചെയ്യുന്നത്? എന്ത് ഇതിന്റെ ഇപ്പൊ എക്സസൈസ്, ജിം? ഇല്ല, ഞാൻ ഇപ്പോഴാണ് ഞാനിപ്പോ ഒരു കറന്റ് ഒരു 1 week ആയിട്ട് ഞാൻ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിലും അതിന്റെ എഫക്റ്റ് അല്ല ഇത്. പക്ഷെ കുറെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ചോദിക്കാറുണ്ട്, എന്നോട് ചോദിക്കാറുണ്ട് സർജറി ചെയ്തിട്ടാണോ ആപ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ പറയാ എനിക്ക് ആപ്സ് ഉണ്ടോന്ന് ഞാൻ അപ്പോഴാണ്. എന്ത് കോൺസെപ്റ്റ് എന്താ? ഹൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഹൈറ്റ് ഉണ്ടെങ്കിൽ കൊള്ളാം. ജിം, ബോഡി ബോഡി അല്ല ആൻസിന്ദിനെ പോലെ ആപ്സ് ആണോ? ഈ ഇന്റർവ്യൂവിന് ശേഷം ആൻസിന്ദു ആണ് അടുത്ത നാഷണൽ ക്രഷ്. നാഷണൽ ക്രഷ് അല്ല, ഞാൻ അയറില്ല. ശൃംഗാരം കഴിഞ്ഞു. ആൻസിന്ദു തന്നെ കണ്ടെത്തിയ 3 ക്യൂട്ട്നെസ്. എന്താണ് എല്ലായ്പ്പോഴും വരുന്നത് എന്നാൽ ഒരിക്കൽ പോലും പോകാത്തത്? രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷാണ്. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി എന്താ? അവര് തമ്മിൽ എന്താ റിലേഷൻ? ഗാന്ധിജിയുടെ ആരാ? ആര്? രാഹുൽ ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി? ആക്ച്വലി നമുക്ക് ഇവിടെ ഒരു അതിഥി കൂടി ഉണ്ട്, ആൻഡ് സ്വന്തം കോക്കോ. വേനലിൽ പൊള്ളാതെ നീ. വീടിന്റെ എസ്റ്റിമേറ്റ് തുകയുടെ പകുതി തുക മാത്രം ഇപ്പോൾ നിർമ്മാണ സമയത്ത് നൽകുക. ബാക്കി പകുതി 50 മാസത്തവണകളായി അടച്ചു തീർത്താൽ മതി, അതും പലിശയൊന്നും ഇല്ലാതെ. ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് ഞാൻ ഇരിക്കുന്നത് നമ്മുടെയൊക്കെ ഇൻസ്റ്റഗ്രാമിൽ സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ്, ഒരുപാട് പേരുടെ ക്രഷ് ആണ്, അതിലുപരി എസ്തെറ്റിക് ആണ്. എസ്തെറ്റിക് ആൻസിന്റെ സ്വന്തം ഫ്ലാറ്റിലാണ് ഇന്ന് നമ്മൾ ഇരിക്കുന്നത്. സോ എൻ്റെ കൂടെ ഉള്ളത് എസ്തെറ്റിക് ആൻസിന്റാണ്. വെൽക്കം. താങ്ക് യു. ഞാനിവിടെ വന്ന നേരം മുതൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും എനിക്ക് അത് എസ്തെറ്റിക് വേണം, നിങ്ങൾക്ക് എസ്തെറ്റിക് ഫ്രെയിം വേണോ, ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ എസ്തെറ്റിക് വേണം, ഇവിടെ എസ്തെറ്റിക് വേണം, ഫുൾ എസ്തെറ്റിക് ആയിരുന്നു. സോ അതുകൊണ്ട് എസ്തെറ്റിക് ആയിട്ട് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു. എനിക്ക് തോന്നുന്നു കുറേ നാളുകളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഫൈനലി, എനിക്കറിയാം കുറേ ലാഗായി ഫൈനലി ഇന്നത് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറേ പുതിയ വിശേഷങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ടിക്ടോക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു ജേണി ഇപ്പം എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇങ്ങനെ നിറഞ്ഞ് തിളങ്ങി നിൽക്കുന്ന ഒരു ഫേസിലേക്ക് വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര ഇയേഴ്സ് ആയി ആക്ച്വലി? എനിക്ക് തോന്നുന്നു ഞാൻ 10th പഠിക്കുമ്പോഴാണ് ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ചുമ്മാ വീഡിയോസ് ഒക്കെ ചെയ്ത് വെറുതെ ഔട്ട് ഓഫ് പാഷൻ, ചുമ്മാ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് അന്ന് തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു 10th കഴിഞ്ഞ് ഇപ്പം ഇത്ര നാളെന്ന് പറയുമ്പോൾ എത്രയാ, ഒരു 5-6 എത്രയാ, കുറച്ചായി, അങ്ങനെ കുറച്ചായി, ഒരു 6 years 7 years ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ അന്ന് തൊട്ടുള്ള ജേർണി എന്ന് പറയുന്നത് ഭയങ്കര, അതായത് ആ ഒരു ഗ്രോത്ത് ഭയങ്കര വിസിബിൾ ആയിരുന്നു. അതായത് 10th കഴിഞ്ഞ് 11th ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ കുറച്ച് ചേഞ്ചസ് വന്ന്. പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എനിക്കങ്ങനെ ഇതിനെ പറ്റിയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും അറിയാതെ ചുമ്മാ ടൈം പാസിന് തുടങ്ങിയ ഒരു സാധനം ഇത്രയും എന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഓക്കെ. ഇപ്പം ടിക്ടോക്ക് അതിനിടയ്ക്ക് പോയി, ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ? എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞ വലിയ, ബിക്കോസ് നമുക്ക് എല്ലാവരും വിചാരിക്കും ടിക്ടോക്ക് പോയപ്പോൾ നമുക്ക് വിഷമായി എന്നുള്ളത്. പക്ഷെ ടിക്ടോക്കിൽ നമുക്ക് അങ്ങനെ അത്ര പ്രോഫിറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് അതിനെ പറ്റിയുള്ള ഓപ്പർച്യൂണിറ്റീസ് അറിയത്തില്ലായിരുന്നു ടിക്ടോക്കിൽ. നമ്മൾ ചുമ്മാ വീഡിയോ ചെയ്യുന്ന അത്രയേ ഉള്ളൂ. പക്ഷെ ടിക്ടോക്ക് പോയപ്പോഴാണ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനോട് ചോദിച്ചാൽ മനസ്സിലാവുന്നത് നന്നായി. നമ്മളൊക്കെ ഭയങ്കര പോയപ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു, ബിക്കോസ് നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്തത് കൊണ്ട്. പക്ഷെ അത് പോയപ്പോഴാണ് നമുക്ക് ഇതിനെ പറ്റിയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരാൻ തുടങ്ങിയത്, നമുക്ക് ഇതിനെ പറ്റിയുള്ള അറിവുകൾ വന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ടിക്ടോക്ക് ബാൻ ആയത് നന്നായി തോന്നുന്നു. ചിലതൊക്കെ പോയാലും ചിലത് നല്ലതൊക്കെ. ഇപ്പൊ ഏറ്റവും പുതിയ വിശേഷം ഫ്ലാറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഏജിൽ ഇപ്പം സ്വന്തമായിട്ട് ഫ്ലാറ്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. സത്യം. ആ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് എങ്ങനെയാ? അതെ, എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പം മുതൽ അങ്ങനെ എനിക്കൊരു
നമുക്ക് വീട് വെക്കണം എന്നുള്ളതൊന്നും നമ്മുടെ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു ഡ്രീമാണ്. അതൊന്നും നടക്കില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള സാധനമാണ്. അതായത് 23 വയസ്സിൽ അത് നടക്കും എന്നുള്ളത് നമുക്ക് വിചാരിക്കുന്ന പോലുമില്ല. അല്ലെങ്കിൽ 20ാമത്തെ വയസ്സിൽ നമ്മളൊരു കാർ എടുക്കും എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ബിക്കോസ് ഞാൻ അത് ഇമാജിൻ പോലും ചെയ്തിട്ടില്ല, എന്നെ കൊണ്ട് പറ്റും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് ഞാൻ വന്നു. ഒരു വീട് വാങ്ങിക്കാൻ പറ്റുന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയാ, അങ്ങനെ നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച് നടത്തിച്ച ഒരു സാധനമല്ല. അത് ഓട്ടോമാറ്റിക്കലി എങ്ങനെയൊക്കെയോ എന്റെ കയ്യിലോട്ട് വന്ന് ചേർന്ന് എനിക്കൊന്ന് ചെയ്യാൻ പറ്റിയതാണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷം. അത് മാത്രല്ല ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡും ഉണ്ട്. യെസ്, ആഞ്ചലിക്. പക്ഷെ എല്ലാവരും അത് നോർമലി ഏഞ്ചലിക് എന്നാണല്ലോ വായിക്കുക. പക്ഷെ 2 N ഉണ്ട്. ഞാൻ എന്നെയാണ് ഉദ്ദേശിച്ചത്. ആഞ്ചലിക് ബൈ ആൻ. അത് തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മൾ 7 months ആയിട്ടുള്ളൂ. പക്ഷെ അതുപോലെ നമ്മൾ വിചാരിച്ചില്ല ഇത്രയും പെട്ടെന്ന് ഒരു ഗ്രോത്ത് ഇതിന് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് വരുന്നു, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ആ ഒരു ബ്രാൻഡ് കൊണ്ടുപോകുന്ന പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര തലവേദന പിടിച്ച കാര്യങ്ങളാണ്. നമ്മൾ ഒത്തിരി എഫേർട്ട് ഇടുന്നുണ്ട്, ടൈം ഇടുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു ബ്രാൻഡ് അത് ഭയങ്കര സ്വപ്നമായിരുന്നു. അത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് എപ്പോഴെങ്കിലും നടത്തിയേ പറ്റൂ എന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഒരു ബുട്ടീക്ക് ഇടാന്നുള്ളത്. അപ്പൊ അത് നടന്നു 7 months. അത് ഭയങ്കര ഞാൻ ആഗ്രഹിച്ച് നേടിയ ഒന്നാണ്. ഓക്കെ, ആക്ച്വലി നമുക്ക് ഇവിടെ ഒരു അതിഥി കൂടി ഉണ്ട്. ആൻഡ് സ്വന്തം കോക്കോ. ഇവിടെ കോക്കോനെ കണ്ട സമയത്ത് ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാരും പേടിച്ചു, ഭയങ്കരമായിട്ട് പേടിച്ചു. കോക്കോനെ വിളിക്കാം. കോക്കോ വരുമെന്നറിയില്ല, ചെക്കന് മൂടില്ല. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് ട്രൈ. നമ്മൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്യും. അതെ, നമുക്ക് പിന്നെ എപ്പോഴും കട്ട് ചെയ്യും. അവൻ വരുന്ന എനിക്ക് തോന്നുന്നില്ല. കോക്കോ മോനെ, അയ്യോ ഞാൻ പോട്ടെ ഇന്ന്. കോക്കോ അതിന്റെ ഇങ്ങനെ ഉറങ്ങണ ഒരു ചെക്കനെ എങ്ങനെ നമ്മൾ വിളിക്കും പൊന്നാ? പേടിയുണ്ടോ? അയ്യോടാ ഹായ് പറ ക്യാമറക്ക്, എല്ലാവർക്കും ഒരു ഹായ് പറ. എങ്ങോട്ട് പോണത്? ഹായ് കോക്കോ. ഹലോ. ഒരു മസ്താനി ചേച്ചിക്ക് ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഹലോ. അയ്യോ നിറയെ ക്യാമറ. ഷൈ ആണോ? ഒരു ഹായ് പറയും. മസ്താനി ചേച്ചിക്ക് ഒരു ഹായ് പറ. ഇല്ല മസ്താനി പേടിക്കണ്ട, ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇല്ല മസ്താനി ചേച്ചി പാവാടാ. ചേട്ടന്മാർക്ക് പാവം അങ്ങോട്ട് പോരെ. അയ്യോ ഒന്നും മറിച്ചിടല്ലേ. ഒരു ഹായ് പറ ക്യാമറക്ക്, ഒരു ഹായ് പറഞ്ഞേ. ഹായ് കൊക്കോ. ഹലോ. കൊക്കോ പാവാണ് ഗൈസ്. കൊക്കോ പാവാണ്. ചിലപ്പോ മാത്രം വയലന്റ് ഇല്ല, വയലന്റ് ആവാറില്ല നോർമലി. പൊന്നാട്ടാ കൂർക്ക വലിച്ചുറങ്ങുന്ന കൊച്ചിനെ വിളിച്ചെണീപ്പിച്ച വയലന്റ് പൊന്നാട്ടാ പൊന്ന്. ഗുഡ് ബോയ് ആട്ടാ. കണ്ട ഇവര് വന്നപ്പോ എന്തോരം പേടിച്ചു. അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് ചേച്ചിന്റെ ബാഗാ പൊന്ന. ഒന്നുമില്ലെങ്കിൽ വേണ്ട അവിടെ വെച്ചേക്ക്. അതെന്താ അറിയോ, എന്റെ ഡോഗ്സ് ഞാൻ വരുമ്പോ ബാഗ് വെക്കുമല്ലോ, അവര് മേലെ കിടക്കും നക്കും. അതായിരിക്കും അവൻ ആ മണം പിടിക്കുന്നത്. അതാ മണം പിടിക്കുന്നത്. ഇഷ്ടപ്പെട്ടു. ഇവിടെ വാ കൊക്കോ. കൊക്കോ അയ്യടോ അവിടെ കിടന്നോട്ടാ. ഗുഡ് ബോയ് ആട്ടാ. ചേച്ചിയുടെ അടുത്ത് കിടന്നോ. ഓക്കെ, അപ്പോ നമ്മുടെ ആൻഡ് സ്വന്തം കൊക്കോ. എന്താ ബ്രീഡിന്റെ പേര്? ചൗ ചൗ. നമ്മള് വന്നപ്പോ തന്നെ കണ്ടു ഒരു സിംഹക്കുട്ടി കിടക്കുന്ന ഇവിടെ കിടന്നിട്ടുണ്ടായിരുന്നേ. എന്താ ഇതിന്റെ വിശേഷങ്ങൾ എന്താണ്? എപ്പോ വാങ്ങിച്ചു? കൊക്കോനെ വാങ്ങിച്ചിട്ട് ഇപ്പൊ 3 years 2.5-3 years ആയി. ഭയങ്കര കുഞ്ഞ് സ്മോൾ ബേബി ആയിരുന്നപ്പോ വാങ്ങിച്ചത്. അപ്പൊ ഇപ്പൊ ഞാൻ ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോ അതെന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടിയായിരുന്നു. ഇതിപ്പോ വളർന്നങ്ങ് വലുതായി, നമുക്ക് എനിക്ക് എടുക്കാൻ പോലും പറ്റാത്ത പോലെയായി. ഇപ്പൊ എനിക്കാണെങ്കിൽ ഇത് ഞാൻ പണ്ട് ഒരു വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു ബ്രീഡ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ എന്റെ വീട്ടുകാരോടൊക്കെ പറയും എനിക്ക് ഇങ്ങനത്തെ ഒരെണ്ണം എവിടെയെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടന്നു ഞാൻ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിന് പറ്റില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇരുന്നു. പക്ഷെ ഫൈനലി എനിക്ക് ബാംഗ്ലൂരിന്ന് ഭയങ്കര റയർ ആണ്, കിട്ടാൻ ചാൻസ് കുറവാ. ബാംഗ്ലൂർ ഇങ്ങനെ ചൗച്ചവുണ്ട് എന്ന് കേട്ടിട്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോഴും ഞാൻ വിചാരിച്ചു അഗ്രസീവ് ഡോഗ് ആണെന്ന് കേട്ടിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ കേട്ടു. അല്ലെങ്കിൽ ഇവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അതിന് പറ്റത്തില്ല എന്ന് കേട്ടു. പക്ഷെ വന്ന് അത്ര എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ഭയങ്കര ക്യൂട്ടായിട്ട് ഇങ്ങനെ പാവത്തിന്റെ പോലെ, കുറച്ച് ലേസി ആണ്. അങ്ങനെ ഇങ്ങനെ ഒരു മൂലക്ക് കിടന്നോളും. സ്നേഹം ഉണ്ടോന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട്, പക്ഷെ എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കില്ല. കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉള്ള ഒരു പാവം ഡോഗാണ്. പക്ഷെ ഇപ്പൊ 3 years ആയല്ലേ? 3 years. എങ്ങനെ മെയിന്റനൻസ് ഒക്കെ? ഭയങ്കര പാടാണ്. അതായത് ഇപ്പൊ ഇത്രയും ഇതുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടൊക്കെ കുറച്ച് പാടാണ്.
പാടൊക്കെ ഉണ്ട്. പിന്നെ തണുപ്പ് എപ്പോഴാണ് AC കിടക്കണം അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ചൂടത്താണ്, അപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. തണുപ്പ് അവന് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അയ്യടാ, എനിക്ക് തോന്നുന്നു ഇതിപ്പോ വളരെ കുറച്ച് ആൾക്കാരുടെ ഉള്ളൂ. ഭയങ്കര റയർ ആയിട്ട് 1-2 ഇപ്പൊ ഞങ്ങളുടെ തൃശ്ശൂര് 1-2-3 പേർക്കാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. ഇപ്പോ തൃശ്ശൂരിന്ന് കൊച്ചിയിലേക്ക് വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? ഞാൻ കോളേജ് സെൻട്രൽ ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ആ സമയത്താണ് ഞാൻ എറണാകുളത്തേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു 5 years ആയി ഞാൻ കൊച്ചി വന്നിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കൊച്ചിയിൽ നിന്ന് പോലെ ഭയങ്കര കുറവാണ്. അതായത് വീട്ടിലേക്ക് ഇടയ്ക്ക് പോകുന്നല്ലാതെ, തൃശ്ശൂർ പോകുന്നല്ലാതെ എപ്പോഴും ഇവിടെയാണ് നിൽക്കുന്നത്. പക്ഷെ ഐ ലവ് തൃശ്ശൂർ. എൻ്റെ വീട് ഒരു നാട്ടിൻ പുറത്തുള്ളതാണ്. പീച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര പീച്ചി ഡാമിന്റെ അടുത്തുണ്ട് വീട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ പോയി നിൽക്കാന്ന് പറയുന്നത്. ഭയങ്കര തണുപ്പും കാറ്റും നിറയെ ഇലകളൊക്കെയുള്ള നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ വീട്ടിൽ പോയിരുന്നെങ്കിൽ, ഇവിടുത്തെ ചൂടൊക്കെ കാരണം ഞാൻ വിചാരിക്കും വീട്ടിലാണെങ്കിൽ നല്ലതാണെന്ന് വിചാരിക്കാറുണ്ട്. ഇടയ്ക്ക് നമ്മള് വീഡിയോസ് ഒക്കെ നോക്കുമ്പോൾ ഇടയ്ക്ക് സിന്ധു എസ്തെറ്റിക് എന്നൊക്കെ മാറി മഞ്ഞിൽ സ്നോവിന്റെ താഴേക്ക് നിന്നിട്ട് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പം എന്താണ് കാനഡ പരിപാടി? കാനഡയിൽ എൻ്റെ ഫാമിലി അവിടെ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇവിടെയായിട്ടാണ് നിൽക്കുന്നത്. അപ്പം മിക്കവർക്കും അറിയില്ല. കാരണം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ മഞ്ഞിന്റെ വീഡിയോ ഇടും, അവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ വീഡിയോ. അപ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആണ് ഞാൻ ശരിക്കും എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ കാനഡയിൽ വല്ലപ്പോഴും പോയി അവിടെ ഇങ്ങനെ വീട്ടുകാരുടെ ഒക്കെ കൂടെ എൻജോയ് ചെയ്തിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് വരുന്ന ഒരാളാണ്. മോസ്റ്റ്ലി ഞാൻ ഇവിടെയാണ് ഉണ്ടാവാറ്, അവിടെ ഞാൻ വല്ലപ്പോഴും ഉണ്ടാവാറുള്ളൂ. അപ്പൊ അങ്ങനെ പോയി വന്നിരിക്കും. അതാണ് ഞാൻ ചില കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്, സത്യത്തിൽ നിങ്ങളിപ്പോ എവിടെയുണ്ട്? അതെ, എല്ലാവരും എന്നോട് ചോദിക്കും. എന്നെ നാട്ടിൽ വെച്ച് കാണുമ്പോൾ നീ കാനഡയിലല്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ വന്ന് നിൽക്കും. ഓക്കെ, എന്തായാലും നമുക്കൊരു ഡാൻസ് വീഡിയോ ഒന്ന് കാണാം. ഈ ഡാൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആൻസിന്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്, ഇപ്പം എല്ലാം ചെയ്യാറുണ്ട്, എന്നാലും ഡാൻസ് വീഡിയോസിന് ഭയങ്കര ഫാൻസ് കൂടുതലാണ്. കാരണം ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ ആൻസിന്റെ പ്രൊഫൈൽ നോക്കിയാൽ അവിടെ വീഡിയോ. അപ്പൊ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടോ? പ്രൊഫഷണലി നമ്മൾ ക്ലാസിക്കൽ ഡാൻസ് ആണ് ചെറുപ്പത്തിൽ പഠിച്ച, അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞതാണ്. പക്ഷെ നമുക്ക് അന്നും ഒക്കെ താല്പര്യം കുറച്ച് വെസ്റ്റേൺ ആണല്ലോ പണ്ട്. അപ്പൊ അങ്ങനെ ക്ലാസിക്കൽ അരങ്ങേറ്റം കഴിഞ്ഞെങ്കിലും ഞാൻ കൂടുതൽ എപ്പോഴും വെസ്റ്റേൺ അല്ല, അങ്ങനത്തെ ഒരു മോഡ്, അതായത് പക്കാ ക്ലാസിക്കൽ കളിക്കാൻ കുറവായിരുന്നു ഞാൻ അരങ്ങേറ്റം കഴിഞ്ഞപ്പോൾ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ആ ടച്ച് വിട്ടുപോയി ക്ലാസിക്കലിന്റെ. അത്ര എനിക്ക് ക്ലാസിക്കൽ വഴങ്ങാത്ത പോലെ എനിക്ക് തോന്നുന്നു. അപ്പൊ സ്റ്റിൽ ഞാനിപ്പോ രണ്ടും ഒന്ന് മാനേജ് ചെയ്യാം, ക്ലാസിക്കലും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചെറുപ്പം മുതൽ പഠിച്ചിട്ടുണ്ട്, വെസ്റ്റേൺ ഒന്നും പഠിച്ചിട്ടില്ല, ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എല്ലാം കൂടി കൊണ്ടുപോകാൻ നോക്കുന്നു. പക്ഷെ എനിക്കറിയില്ല, ക്ലാസിക്കൽ അത്ര വൃത്തിയോടെ കളിക്കാൻ എനിക്ക് അറിയത്തില്ല ഇപ്പോഴും. ഇല്ല, നമ്മുടെ വീഡിയോസ് താഴെ വരുന്ന കൂടുതൽ കാണുന്ന കമന്റ്സ് ആണ് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, എങ്ങനെയാണ് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആൻസിന്റെ ആപ്സിന്റെ ഫാൻസ് ഉണ്ട്, സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഫാൻസ് ഉണ്ട്. എന്ത് ഇതിന് ചെയ്യുന്നത്, ഇതിന്റെ ഇപ്പൊ എക്സസൈസ്, ജിം? ഇല്ല, ഞാൻ ഇപ്പോഴാണ്, ഞാനിപ്പോ ഒരു കറന്റ് ഒരു 1 week ആയിട്ട് ഞാൻ ജിമ്മിന് പോകുന്നുണ്ടെങ്കിലും അതിന്റെ എഫക്റ്റ് അല്ല ഇത്. അത് ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഭയങ്കര മോശം ലൈഫ് സ്റ്റൈലാണ്. അങ്ങനെ കറക്റ്റായിട്ട് ഉറക്കം നോക്കുന്ന, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്ന, കറക്റ്റായിട്ട് ജിമ്മിൽ പോകുന്ന ഒരാളല്ല ഞാൻ. അത് എങ്ങനെയോ മേ ബി എപ്പോഴും ഡാൻസ് കളിച്ച് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഷേപ്പിൽ ഇരിക്കുന്നത്. അങ്ങനെയല്ല, ചിലപ്പോ ജീൻസ് ആയിരിക്കാം, ഉറങ്ങിക്കോട്ടോ. അത് ഇവൻ തന്നെ ദേഷ്യപ്പെടുന്നു, ജീനെ. അതുകൊണ്ടായിരിക്കാം മേ ബി. പക്ഷെ ഇപ്പൊ എനിക്ക് ആക്ച്വലി കുറച്ചുകൂടി ഫിറ്റ് ആയിട്ട് നന്നായിട്ട് ഹെൽത്ത് നോക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഫുഡൊക്കെ പ്രോപ്പറായിട്ട് കഴിച്ച് പ്രോപ്പറായിട്ട് 8 hours സ്ലീപ്പ് ഒക്കെ നോക്കി ജിമ്മിന് പോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചില ദിവസങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ഞാൻ പോയില്ല. ഇനിയിപ്പോ ഞാൻ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതുവരെ എന്നെ അങ്ങനത്തെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടല്ല ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ കുറെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ചോദിക്കാറുണ്ട്, എന്നോട് ചോദിക്കാറുണ്ട് സർജറി ചെയ്തിട്ടാണോ ആപ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ പറയാം എനിക്ക് ആപ്സ് ഉണ്ടോന്ന് ഞാൻ അപ്പോഴാണ്. പിന്നെ അതുപോലെ ഈ ബോഡി ലൈക്ക് എങ്ങനെയാണ്, ഇങ്ങനെ ഞാൻ ജിമ്മിന് എപ്പോഴും പോകുന്നോണ്ടാണെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അത്ര ഹെൽത്തി ആണെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഇത്രയും നാളായിട്ട് ഫീൽഡിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ക്രിയേറ്റേഴ്സ് ഒക്കെ ഇപ്പോൾ ഫിലിംസ് ചെയ്യുന്നു, വെബ് സീരീസ് ചെയ്യുന്നു, അങ്ങനെ ആക്ടിങ് റിലേറ്റഡ് വന്നു. അപ്പം ആൻസിന്ധുവിന് എന്താണ് പ്ലാൻസ് ഉണ്ടോ, ഓൾറെഡി ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഓൾറെഡി എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഫിലിമിന് കയറാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഫിലിം ആഗ്രഹമുണ്ടോ? എനിക്ക് അങ്ങനെ ഫിലിമിനോട് അത്ര ഡ്രീം ഒന്നുമില്ല. അങ്ങനെ ഫിലിം ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കര കുറവാണ്. ഞാനില്ല.
പക്ഷെ ഫിലിം ഇപ്പൊ നല്ലത് വരികയാണെങ്കിൽ മേ ബി ഞാൻ ട്രൈ ചെയ്യുമായിരിക്കും. അല്ലാതെ ഞാൻ ഫിലിം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമില്ല. പക്ഷെ അതുപോലെ ഷോർട്ട് ഫിലിംസും വെബ് സീരീസ് ഒക്കെ ഞാൻ നോക്കിയിട്ട് നല്ലതാണെങ്കിൽ ചിലത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു ഏപ്രിൽ ഒരെണ്ണം റിലീസ് ചെയ്യാനുണ്ട്. അത് എങ്ങനെ വരും എന്നുള്ളത് ഭയങ്കര റയർലി എപ്പോഴെങ്കിലും ഞാൻ 1-2 ചെയ്യും. അത്രയും നോക്കിയിട്ട് ഒരെണ്ണം ചെയ്തായിരിക്കും. പക്ഷെ മൂവീസ് ഒന്നും ഞാൻ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ നല്ലത് വന്നാൽ ഞാൻ ചെയ്യും. എന്ന് വിചാരിച്ച് ആരും വിളിക്കാതിരിക്കും. അങ്ങനെ അതാ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രീം ഉണ്ട്, എനിക്ക് ഇന്ന ആക്ടറിന്റെ കൂടെ ഒക്കെ ഒരു ഇന്റർവ്യൂല് ഞാനിത് പറഞ്ഞു. അന്ന് എന്നെ എയറിലാക്കി. ഒന്നും കൂടെ അറിയുമ്പോ പ്ലീസ്. ആരാ അത് പറ? അല്ല, ദുൽഖർ വേറെ. അത് കഴിഞ്ഞ ഇന്റർവ്യൂല്. അതിന് മുന്നത്തെ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞു ഫഹദ് ഫാസിലിന്റെ കൂടെ എന്തോ അഭിനയിക്കണം സംതിങ് പറഞ്ഞിട്ട് അന്ന് ഇങ്ങനെ എന്തോ ചീത്തവിളിയൊക്കെ കേട്ടായിരുന്നു. എനിക്കറിയില്ല. അല്ല, എനിക്കല്ല ആരുടെ കൂടെ ആയാലും കുഴപ്പമില്ല. അവരുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ആരായാലും കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്റെ ഫേവറേറ്റ് ആക്ടേഴ്സിൽ ഉണ്ടാവില്ല. പല ദുൽഖറുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. എനിക്ക് ആരുടെങ്കിലും കൂടെ അഭിനയിച്ചാൽ കൊള്ളാം, അത്രേ ഉള്ളൂ. ഇപ്പൊ കൊറേ ഫാൻസ് ഉണ്ട് ഡാൻസ് എന്ന് പറഞ്ഞപ്പോ, ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും. എനിക്ക് കൊറേ ബോയ്സിന്റെ ക്രഷാണ്. എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കമന്റ് ബോക്സ് നോക്കിയാൽ മലയാളം, തമിഴ്, തെലുങ്ക്, ഏതൊക്കെയോ ഭാഷ എന്നൊക്കെയാണ്. ക്രഷും ലവും എന്താന്ന് എനിക്കും അറിയില്ല. അല്ല, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങളിനെ കളിയാക്കുന്നത് എന്താ നാഷണൽ ക്രഷ് എന്ന് ഞങ്ങൾ ചുമ്മാ അങ്ങനെ ഇടും. ഞാൻ നാഷണൽ ക്രഷ് അതൊക്കെ ഞങ്ങൾ ചുമ്മാ കളിയാക്കാൻ വേണ്ടിയിട്ട് പറയും. എനിക്കറിയില്ല ഇങ്ങനെ ബോയ്സിന് ക്രഷ് ഉണ്ടോ എനിക്കറിയാം. ഞാനൊരു ഇന്റർവ്യൂല് പറഞ്ഞു എന്നെ ആരും പ്രപ്പോസ് ചെയ്യാറില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ അതിനുശേഷം ഞാൻ നോക്കുമ്പോ മെയിലായിട്ട് കുറെ പ്രപ്പോസൽസ് ഒക്കെ സീരിയസ് ആയിട്ടുള്ള പ്രപ്പോസൽസ് വരുന്നു, വീട്ടിലേക്ക് വരുന്നു, ഇൻബോക്സിൽ വരുന്നു, അങ്ങനെ കുറെ പ്രപ്പോസൽസ് വന്നിരുന്നു. മേ ബി ആ ഇന്റർവ്യൂവിന് ശേഷമാണോ എന്ന് എനിക്ക് സംശയമില്ലാതില്ല. ആൾക്കാർക്ക് ഇപ്പോഴും വരുന്നുണ്ട് പ്രപ്പോസൽസ് ഒക്കെ. ഇപ്പൊ എന്തോ ഞാൻ അത്ര നോക്കാറില്ല. എന്നാലും ഇങ്ങനെ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും പ്രപ്പോസൽ ഉണ്ടോ? അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മനസ്സിൽ കയറിയതോ? മനസ്സിൽ കയറിയതല്ല, ഇങ്ങനെ വീട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അതായത് കുറേ മെസ്സേജ് അയച്ചിട്ട്. പക്ഷെ ഞാൻ അങ്ങനെ മെസ്സേജ് ഒത്തിരി കണ്ടിട്ടില്ല ആ മെസ്സേജ് അവൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു ചേട്ടൻ വീട്ടിൽ വന്ന് അതല്ല, എനിക്ക് തോന്നുന്നു പുള്ളിക്ക് എന്തോ സൈക്കിക് പ്രശ്നം ഉണ്ടോ എന്ന് തോന്നുന്നു. ബിക്കോസ് അങ്ങനത്തെ രീതിയിലാണ് പുള്ളി മതിൽ ചാടുന്നു സംതിങ്. എനിക്കറിയില്ല അതാണോ അറിയില്ല, വേറെന്തോ ആണെന്ന് തോന്നുന്നു. എനിവേ, അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പേടിയായി, ദൈവമേ ഇതൊക്കെ എന്താവും എന്നുള്ള രീതിയിൽ. അതായത് മതിൽ ചാടി വരാന്ന് പറയാൻ കുറച്ച് സീനാണല്ലോ. അല്ല, ഒരു ദിവസം ഇങ്ങനെ അന്ന് ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ, പപ്പ പുറത്തെങ്ങാണ്ട. അപ്പൊ ഇങ്ങനെ ഒരാൾ വന്നു. എന്റെ അപ്പുറത്തെ വീട്ടില് ആന്റിയുടെ അടുത്താണ് പോയി ചോദിക്കുന്നത്. അപ്പൊ ആന്റി വന്നിട്ട് നിന്നെ കാണാൻ ആരോ വന്നിക്കണോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ പപ്പ പോയപ്പോ എല്ലാം പൂട്ടിയിട്ട് പോവാ. അപ്പൊ ഗേറ്റ് വരെ പൂട്ടിയിട്ടാണ് പോയിക്കണേ. അപ്പൊ പുള്ളിയുടെ പറഞ്ഞ എല്ലാം ലോക്കാ. അത് കുഴപ്പമില്ല, ഞാൻ മതിൽ ചാടാന്ന്. പുള്ളി മതിൽ ചാടാ. അപ്പോഴേക്കും ആന്റി കിടക്കണ പുറത്ത്. അപ്പൊ ആന്റി ഇങ്ങനെ പറയുന്നുണ്ട് എന്താ. അപ്പൊ ഞാൻ എനിക്ക് അവനെ അറിയത്തില്ല. അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഇതായി. അപ്പൊ പറഞ്ഞു അവന്റെ കൈയൊക്കെ വിറയ്ക്കുന്നു, അത്രയും ഒരു എന്തോ. അപ്പൊ എനിക്ക് പേടിയാവുന്നു, ഇത് എന്ത് സംഭവം എനിക്ക് പേടിക്കുന്നില്ല. അപ്പൊ ആൻസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അത് ഭയങ്കര പേടിയാവാണ് ചെയ്തത്. ഭയങ്കര ഷോക്കിങ്ങിനേക്കാളും കൂടുതൽ പേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ പപ്പേനൊക്കെ വിളിക്കുക. എന്നിട്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ്. പിന്നെ പപ്പ വന്ന് പപ്പ ഭയങ്കര ചീത്തയൊക്കെ പറഞ്ഞിട്ട്. ബിക്കോസ് നമ്മളൊരു ഫാൻ വരുന്ന പോലെ അല്ലായിരുന്നു. അതൊരു ഫാൻ വന്നാൽ നമുക്കൊരു പ്രശ്നമില്ല, അല്ല ഇഷ്ടം കൊണ്ടാണ് നമുക്കറിയാം. ഇത് അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് പേടിയാവും. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് പപ്പയ്ക്ക് പേടിയായിട്ട് പപ്പ പറഞ്ഞു ഇങ്ങോട്ട് വരല്ലേ, ഇറങ്ങ കൊച്ചിൻ്റെ അടുത്ത് നിൽക്കല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് പേടി കൊണ്ടാണ്. അത് ഫാൻ ആയിരുന്നില്ല. മേ ബി എനിക്ക് അറിയത്തില്ല അത് എന്തെങ്കിലും ഇതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ കുറച്ച് 2-3 ഇൻസിഡൻസ് ഉണ്ട്. പക്ഷെ ഇതാണ് കുറച്ച് വലിയൊരു പേടിപ്പിക്കുന്ന ഭയാനകമായ ഒരു വേർഷൻ അതായിരുന്നു. പിന്നെ എല്ലാം ഫാൻസ് വരും, നമ്മൾ അറിയും എന്ന് പറയും, അങ്ങനെയൊക്കെ. ആ പുള്ളിനെ പിന്നെ കണ്ടോ? പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പുള്ളി എവിടെയെന്ന് എനിക്ക് അറിയത്തില്ല. പുള്ളി എവിടെന്നെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യൂ. ഇപ്പൊ അങ്ങനെ ഇപ്പൊ എങ്ങനെയൊക്കെ വരുന്നത് മെസ്സേജസ് ഒക്കെ? മെസ്സേജസ് ഇപ്പൊ ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ ഒത്തിരി മെസ്സേജസ് അങ്ങനെ നോക്കാറില്ല. അല്ലാതെ നോക്കുമ്പോ ഇങ്ങനെ ക്രഷ് റിലേറ്റഡ് ഒന്നും അങ്ങനെ വരാറൊന്നും ഇല്ല. എന്തൊക്കെയോ വരുന്നുണ്ടല്ലേ? എന്റെ കുറച്ച് മെസ്സേജസ് ഇവനാ വായിക്കാറ്. ഒരു മറുപടി നിനക്ക് എന്തോ കോമഡി മെസ്സേജ് എന്നിട്ട് എടുത്ത് വായിക്കും. എന്നിട്ട് ക്രഷ് ആൾക്കാർക്ക് ക്രഷ് അങ്ങനെയാണ് ഇവൻ ഇട്ടത്, ഞാൻ നാഷണൽ ക്രഷ് ആണെന്ന രീതിയിൽ അവൻ തന്നെ ചുമ്മാ കളിയാക്കി എന്നെ പറയാൻ തുടങ്ങിയ ഒരു കാര്യമാണ്. ഈ ഇന്റർവ്യൂവിന് ശേഷം ആൻസ് സിന്ധു ആണ് അടുത്ത നാഷണൽ ക്രഷ് അല്ല, ഞാൻ അയറില്ല. ഓക്കെ, ഇപ്പൊ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേൾക്കാൻ അല്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ കാത്തിരിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, ആൻസ് സിന്ധു കമ്മിറ്റഡ് ആണോ? എന്റെ ദൈവമേ, അല്ല. അതെന്താ? ഞാൻ അന്ന് പറഞ്ഞു എനിക്ക് ഒരു ചെക്കനും എന്നെ ആരും പ്രപ്പോസ് ചെയ്തില്ല. ചെക്കനില്ലടാ. ഇല്ല, ഞാൻ ഒരു നല്ല ചെക്കന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ത് കോൺസെപ്റ്റ് എന്താ?
ഇനി ഇത് പറ്റുന്ന ആൾക്കാർ മാത്രമേ മെസ്സേജ് ചെയ്തു. അങ്ങനെയൊന്നുമില്ല. നല്ല ചെക്കനായിരിക്കണം, എന്താ ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കണം, ഭയങ്കര തമാശയൊക്കെ പറയണത് നല്ലതാ. ബിക്കോസ് നമുക്കൊരു ലൈഫിൽ നമ്മള് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെയൊക്കെ ഫണ്ണി ആയിട്ടൊരാളാ. അങ്ങനെ ഞാൻ കുറെ അങ്ങനെ ബ്ലാബ്ലാന്ന് സംസാരിക്കുന്ന ഒരാളാ. അപ്പൊ അങ്ങനെ ഒരു ഫണ്ണി ആണെങ്കിൽ കൊള്ളാം, സപ്പോർട്ടീവ് ആയിരിക്കണം, സ്നേഹിക്കണം, അങ്ങനെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ എനിക്ക്. കാണാൻ ഹൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഹൈറ്റ് ഉണ്ടെങ്കിൽ കൊള്ളാം. ജിം ബോഡി ബോഡി അല്ല ആൻസിന്റെ പോലെ ആപ്സ് ആണോ? എന്നെ വല്ലാതെ പഠിച്ചിരിക്കുന്നു. എസ്തെറ്റിക് ആണെങ്കിൽ കൊള്ളാം, അതാകുമ്പോ നമുക്ക് സെയിം കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ വീട് ഇങ്ങനെ ആക്കുമ്പോ ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പൊ എസ്തെറ്റിക് ആണെങ്കിൽ കൊള്ളാം, ജിമ്മിൽ പോവാണെങ്കിൽ കൊള്ളാം. ബിക്കോസ് ഹെൽത്തി വൈസ് ഞാൻ നോക്കുമ്പോ കൊള്ളാം. ബിക്കോസ് ഞാൻ അങ്ങനെ ആവാൻ ശ്രമിക്കുകയാണല്ലോ. അപ്പൊ ജിം ഉണ്ടെങ്കിൽ കൊള്ളാം, ഹൈറ്റ് ഉണ്ടെങ്കിൽ കൊള്ളാം. സോഷ്യൽ മീഡിയയിലൊക്കെ എനിക്ക് അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒരാളെ വേണമെന്നില്ല. പ്രൈവറ്റ് പേഴ്സൺ ആയാലും കുഴപ്പമില്ല, ഇപ്പൊ ആള് എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള ഒരാളാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആ ഒരു കാര്യത്തിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ആരെങ്കിലും ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോ ആൻസിന്ധു കമ്മിറ്റഡ് അല്ല, ആൻസിന്ധു ചെക്കനെ അന്വേഷിക്കുന്നുണ്ട്. താല്പര്യം ഇതിൽ ആൾക്കാർ കമന്റ്. എപ്പൊ കല്യാണം മാരേജിന്റെ ഒരു പ്ലാൻസ് ഒക്കെ ഇല്ലേ? അപ്പൊ ഏത് ടൈമില് മാരേജ് ചെയ്യണം അങ്ങനെയൊക്കെ പ്ലാൻസ് ഉണ്ടോ? ഉണ്ട്. എനിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. ചെക്കനില്ലെങ്കിലും ഞാൻ എന്റെ ലെഹങ്ക ഏത് വേണം, ഗൗൺ ഏത് വേണം, എവിടെ വെച്ച് പരിപാടി നടത്തണം എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. എന്റെ ആഗ്രഹം 27-28 ഒരു മാരേജ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. പക്ഷെ അത് വരുമല്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച് സ്ട്രെസ് എടുക്കുന്ന ഒരാളാണ്. ഈ സമയത്ത് കല്യാണം കഴിക്കാൻ, ഈ സമയത്ത് ചെക്കനെ കണ്ടുപിടിക്കും, ഈ സമയത്ത് ചെക്കനെ കണ്ടുപിടിക്കണം, ഈ സമയത്ത് എൻഗേജ്മെന്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കുന്ന ഒരാളാണ്. അപ്പോൾ 27-28 കല്യാണം കഴിക്കണം, ആ ഒരു ഏജിൽ. അതിന് മുന്നും വേണ്ട, കഴിഞ്ഞിട്ടും വേണ്ട, അതിനുള്ളിൽ കല്യാണം കഴിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. നടക്കുമെന്ന് അറിയില്ല. ലവ് മാരേജ് അറേഞ്ച് ഞാൻ അറേഞ്ച് മാരേജ് എന്ന കോൺസെപ്റ്റിനോട് ഭയങ്കര എതിരാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ എന്നോട് പറഞ്ഞു എന്താ കുഴപ്പം, നമുക്ക് ചെക്കനെ കിട്ടിയില്ലെങ്കിൽ അറേഞ്ച് മാരേജ് അല്ലേ പറ്റുള്ളൂ എല്ലാ രീതിയിലൊക്കെ. പക്ഷെ ഞാൻ ഭയങ്കര അറേഞ്ച് മാരേജ് ചെയ്ത് നമുക്ക് ഒരാളെ അറിയത്തില്ലല്ലോ, ചുമ്മാ ഓടിപ്പോയി ഒരാളെ കെട്ടുന്നത് അത്ര നല്ലല്ല എന്നുള്ളൊരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ ലവ് മാരേജ് ആണ് ചെയ്യുന്നത്. അറിഞ്ഞ് മനസ്സിലാക്കി ഇനിയിപ്പോ ലവ് മാരേജ് ചെയ്തിട്ട് എനിക്കിതൊരാളെ കിട്ടിയില്ലെങ്കിൽ 27 എന്നുള്ളത് 28 ആവും, 30 32 ആയാലും നല്ലൊരു ചെക്കൻ വരുമ്പോ കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇതാണ്. വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ എന്താ സങ്കടപ്പെടുത്തുന്നത്? വന്നില്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം, വീടിന് വയസ്സായി, എനിക്ക് വയസ്സായുള്ള സിറ്റുവേഷൻ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. നമുക്ക് കൊക്കുണ്ടല്ലോ മോനെ. ഇവ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ട് നിൽക്കുമ്പോൾ നല്ല നല്ല കമന്റ്സും കാര്യങ്ങളൊക്കെ വരും, കുറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മെസ്സേജസ് ഒക്കെ വരും. അതല്ലാണ്ട് കുറെ ചൊറിയുന്ന നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരും. അതൊക്കെ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ നോർമലി അത് ഡിലീറ്റ് ചെയ്യാൻ പോലും ബോധേഡല്ലാത്ത ഒരാളാണ് ഞാൻ. ഞാനത് വായിക്കാറ് പോലും, ഞാൻ ഒന്നാമത്തെ എന്റെ കമന്റ്സ് ഞാൻ നോക്കാറില്ലാത്ത ആളാണ്. ഈ അടുത്തൊക്കെയാണ് ഞാൻ പിന്നെയും കമന്റ്സ് നോക്കാൻ തുടങ്ങിയത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് വിഷമം പറയും, ഇവരൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാതെ നെഗറ്റീവ് ചുമ്മാ പറയുന്നത് എന്തിനാന്ന് എനിക്ക് ഞാൻ തോന്നാറുണ്ട്. ബിക്കോസ് ഞാൻ എവിടെയും പോയിട്ട് ഒരാളുടെ താഴെ പോയിട്ട് ഞാൻ കമന്റ് അടിക്കാൻ പറ്റി, നെഗറ്റീവായിട്ട് കമന്റ് അടിക്കാൻ പറ്റി എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. അങ്ങനെ നെഗറ്റീവായിട്ട് ചുമ്മാ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അവരുടെ ടൈം വേസ്റ്റ് ചെയ്യണം എന്തിനാ എന്ന് ഞാൻ തിങ്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ നോർമലി അതിനെപ്പറ്റി അത്ര ബോധേഡല്ല. പക്ഷെ എന്റെ വീട്ടുകാരൊക്കെ ഇങ്ങനെ പറയും, അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, നീ അതൊന്ന് ഡിലീറ്റ് ചെയ്യുമോളെ എന്നൊക്കെ വിളിച്ച് പറയും. അപ്പൊ ഞാൻ അന്ന് ഒരു മിനിറ്റ് നോക്കട്ടെ, അങ്ങനെയാണ് ഞാൻ എന്റെ കമന്റ്സ് ഒക്കെ നോക്കാറ്. എന്നാലും ഒരു ചെറിയ ടാസ്ക് തരാം. ആക്ടിംഗ് ഒക്കെ ചെറുതായിട്ടും ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ? അല്ല. അതെ. നവരസല്ലേന്ന് എനിക്കറിയില്ല. അയ്യോ നവരസം പറ്റും, ഈസി തരാം. ഭയങ്കര ഈസി ഇതാട്ടോ, ഒരെണ്ണം മതി. ഒരെണ്ണം പിന്നെ ഒരെട്ടെണ്ണം. അയ്യോ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസും കൂടിയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടച്ചേ വിട്ടുപോയത്. പറയട്ടെ, ശൃംഗാരം. കഴിഞ്ഞു. പെട്ടെന്ന് എനിക്ക് ഈ ടാസ്ക് തരല്ലേ. കരുണം. കരുണില്ലാത്തവളാണോ കുട്ടി? ഇതിപ്പോ കരുണായില്ലേ? താഴത്ത് നോക്കട്ടെ, അത് വേറെ വീരും. ഇതൊക്കെ പഠിക്കട്ടെ, നിങ്ങൾ ഓരോരുത്തർ ഇത് ചെയ്തിട്ടെന്ന് പോവുള്ളൂ. ശാന്തം. ഞാൻ പറയാം ഏതൊക്കെ ചെയ്യണമെന്ന്.
ശാന്തം. ആ. ശാന്തം. ഇത് നിസ്സഹായാവസ്ഥയാണോ? ഇനി എന്താ വേണ്ടേ? ദേഷ്യമില്ലേ? അല്ല, ഞാൻ തന്നെ കണ്ടെത്തിയതാ. ഓക്കെ, ആൻസിന് തന്നെ കണ്ടെത്തിയ 3 ക്യൂട്ട്നെസ്. ആ മതി, ഞാൻ തന്നെ കണ്ടെത്തി 4 ഇതുപോലത്തെ നവരസം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അയ്യോ, നവരസം എനിക്ക് ഇത്രയും വലിയൊരു പണിയായിട്ട് മസ്താനി വരുന്ന ഞാൻ വിചാരിച്ചില്ല. നമ്മുടെ അടുത്ത സെഗ്മെന്റ് കുസൃതി ചോദ്യമാണ്. അപ്പോൾ ആൻ ഇതിൽ പുലിയാന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ചെയ്യടേ? ചോദിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വേഗത്തിൽ ഒന്നാമൻ, പേരിൽ രണ്ടാമൻ, സ്ഥാനത്തിൽ മൂന്നാമൻ ആരാ? വേഗത്തിൽ ഒന്നാമൻ, ആ. സ്ഥാനത്തിൽ രണ്ടാമൻ, ആ. പിന്നെന്താ? അല്ല, പേരിൽ രണ്ടാമൻ, സ്ഥാനത്തിൽ മൂന്നാമൻ. ക്ലൂ. ആ, ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇവിടെ ഉണ്ട്, ആൻ്റെ കയ്യിലുണ്ട്, ഈ കുട്ടിയുടെ കയ്യിലുണ്ട്, ഈ കുട്ടിയുടെ കയ്യിലുണ്ട്. പേരിൽ എൻ്റെ ഒന്നാമൻ. കയ്യിലുണ്ട്. എല്ലാവരുടെയും ഉണ്ട്. പേരിൽ ഒന്നാമൻ, വേഗത്തിൽ ഒന്നാമൻ. ഓ വേഗത്തിൽ ഒന്നാമൻ. ആ. പേരിൽ രണ്ടാമൻ, സ്ഥാനത്തിൽ മൂന്നാമൻ. ടൈം. ആ, ടൈമുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സാധനം. വാച്ച്. വാച്ചിലൊരു സാധനം. സൂചി. ഏത് സൂചി? സെക്കൻഡ് സൂചി. ആ. ഓ സെക്കൻഡ് സൂചി. ആ. ഇത് വേറെ പല. സെക്കൻഡ് സൂചി. ഓക്കെ. ആ. എന്താണ് എപ്പോഴും നിങ്ങളെ നോക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് അത് കാണാൻ കഴിയാത്തത്? എന്താണ് എപ്പോഴും നിങ്ങളെ നോക്കുന്നത്? പക്ഷെ നിങ്ങൾക്ക് അത് കാണാൻ കഴിയില്ല. ഷാഡോ അല്ലല്ലോ അല്ലേ? ഷാഡോ നമ്മൾ നോക്കില്ലല്ലോ. എന്താണ് എപ്പോഴും നിങ്ങളെ നോക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് അത് കാണാൻ കഴിയില്ല? നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. ഇതിന്റെ ഉത്തരം ഞാൻ തമ്മിൽ ഒരു ബന്ധമില്ല. കണ്ണാടിയൊന്നുമല്ല. ആ, അതുമായിട്ട് റിലേറ്റ് ചെയ്തയാ. കണ്ണട അല്ല. കണ്ണാടി അകത്തുണ്ടോ? ആ, കണ്ണാടി എന്ന വാക്കിലുണ്ട്. കണ്ണട. ഓ എന്താ കണ്ണ്. വേറൊരു ക്വസ്റ്റ്യൻ. ഇത് ഞാൻ കലക്കും. ഓക്കെ. എന്താണ് എല്ലായ്പ്പോഴും വരുന്നത് എന്നാൽ ഒരിക്കൽ പോലും പോകാത്തത്? എപ്പോഴും വരും പക്ഷെ ഒരിക്കലും പോവില്ല. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്ന് ഉണ്ടാക്കിയത്? എനിക്കറിയില്ല. എപ്പോഴും വരും പക്ഷെ പോവില്ല. ക്ലൂ. ഡേ ആയിട്ട് റിലേറ്റ് ചെയ്തത്. Day ഓ? ഡേയ്സ് ഇല്ലേ? ഡേയ്സ്. എപ്പോഴും വരും പക്ഷെ പോവില്ല. സൂര്യൻ അല്ല, ചന്ദ്രൻ അല്ല. എപ്പോഴും വരും പക്ഷെ പോവില്ല. പോവില്ല. എന്തൊക്കെ ടൈപ്പ് ഓഫ് ദിവസങ്ങളുണ്ട്? സൺഡേ മൺഡേ ട്യൂസ്ഡേ അല്ല, അല്ലാണ്ട് നമ്മളിങ്ങനെ പറയില്ലേ? വ്യാഴാഴ്ച. ടുഡേ, ടുമോറോ, ഡേ ആഫ്റ്റർ ടുമോറോ, യെസ്റ്റർഡേ. ടുഡേ. എന്താ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വരും എപ്പോഴും വരും പക്ഷെ പോവില്ല. ഇത് ഇതാ ആർക്കും കിട്ടാതെ ക്വസ്റ്റ്യൻസ് ആട്ടാ മസ്താനി. ഇത് നിങ്ങൾക്കറിയോ? ഇല്ല. നാളെ എപ്പോഴും വരില്ലേ പക്ഷെ പോവില്ലല്ലോ. നാളെ ഞാൻ പോട്ടെ. അതാണ് ഡോർന്നല്ലേ. വേറെ ചോദിക്കാം. ആടിനെ പോലെ ശബ്ദമുണ്ടാക്കുന്ന മാസം? മെയ്. ആണോ? ഇടത് കൈകൊണ്ട് തൊടാം, വലത് കൈകൊണ്ട് തൊടാൻ പറ്റില്ല. ഇടത് കൈകൊണ്ട് തൊടാം പക്ഷെ വലത് കൈകൊണ്ട് തൊടാൻ പറ്റില്ല. അതെന്താ? ഇടത് കൈകൊണ്ട് തൊടാം പക്ഷെ വലത് കൈകൊണ്ട് തൊടാൻ പറ്റില്ല. എല്ലാം എനിക്ക് തൊടാല് സത്യം പറഞ്ഞ. ഇല്ല, വലത് കൈകൊണ്ട് തൊടാൻ പറ്റില്ല. എനിക്കെല്ലാം തൊടാം. നിങ്ങൾക്ക് എന്തെങ്കിലും തൊടാൻ പറ്റാത്തുണ്ടോ? ആ, കയ്യിലുള്ളൊരു സാധനം, ഇവിടെ നിന്ന് ഇത്ര ഉള്ളൊരു സാധനം. ഈ ഇടത് കൈ കൊണ്ട് തൊടാം എല്ലാം പക്ഷെ വലത് കൈ കൊണ്ട് തൊടാൻ പറ്റില്ലല്ലോ. വലത് കൈ കൊണ്ട് ഷോൾഡർ തൊടാം, പിന്നെന്ത് തൊടാൻ പറ്റില്ല? എനിക്കെല്ലാം തൊടാം. അന്നാ കൈമുട്ടോടെ, അന്നാ വലത് കൈമുട്ടോടെ. അല്ല ഇതും ഐ സി ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല. കൈമുട്ട്. ആ, വലത് കൈന്റെ മുട്ട. ഇത് അതും പിടിക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷാണ്. ഒന്നടി പറഞ്ഞേ. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷാണ്.
രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി തമ്മിൽ എന്താ ബന്ധം എന്നറിയോ? എനിക്കറിയില്ല. അതിലറിയില്ല. ഇതേ ഇത്രയും ബുദ്ധി ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻസ് അതിനൊരു കാര്യമില്ല. ആണാ? ഓ മകന്റെ സംതിങ് എന്തോ പറഞ്ഞില്ല. മകന്റെ ഡാഷ്, മകന്റെ അമ്മ, അച്ഛനാ? രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ അച്ഛൻ. ഒന്നുകൂടി പറഞ്ഞ ക്വസ്റ്റ്യൻ. ഓ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ രാജീവ് ഗാന്ധിയുടെ മകന്റെ ഒന്നുകൂടി പറഞ്ഞ കറക്റ്റാ. ഒന്നുകൂടി പറ. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷ് ആണ്. ആരുടെ മകന്റെ? രാജീവ് ഗാന്ധി. എന്റെ കഴിഞ്ഞ മാസം ജനിച്ചതോ? ഈ രാജീവ് ഗാന്ധി മറ്റേ തട്ടിപ്പോയതല്ലേ? അതല്ല, ഇവരൊന്ന് കാണിക്കണേ, ഇവരൊന്ന് കാണിക്കണേ. അല്ലേ? അതല്ലേ? അതന്നെ. അപ്പൊ അപ്പൂപ്പനാ? മുത്തശ്ശിന് അപ്പൂപ്പനൊന്നല്ലേ? ആ മുത്തശ്ശിന് അപ്പൂപ്പന ഒന്നാട്ടാ. ഗ്രാൻഡ് ഫാദർ അല്ല, ഈ ക്വസ്റ്റൻ അതൊന്നും അല്ല. അല്ല, ഇല്ല, ഇത് കിട്ടും തോന്നണില്ല. ഈ ചോദ്യം ഉണ്ടാക്കിയ ആളെങ്കിൽ കാണണം. കോൺസെൻട്രേറ്റ് ചെയ്യ്. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷ് ആണ്. ഓ രാജീവ് ഗാന്ധിയുടെ മകന്റെ മകൻ. മകന്റെ മകന് മകന്റെ മകൻ ഏറെ പോവില്ല അല്ലെ ഇന്റർവ്യൂല്? മകന്റെ മകനല്ലേ പിന്നെന്താ? അല്ല. ഓ മകന്റെ മകന്റെ ഡാഷ്. ആ ഡാഷ് എന്താ? രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി എന്താ? അതിനുള്ള ബുദ്ധി ഇല്ല. നിനക്ക് മനസ്സിലായാ? ഇല്ല. നിനക്ക് മനസ്സിലായി? നീ കുറേ നേരം ചിരിക്കണു. ഫ്രണ്ടാണോ? അല്ലല്ലേ? ഫ്രണ്ട് അല്ല. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി എന്താ? അവര് തമ്മിൽ എന്താ റിലേഷൻ? റിലേഷൻ അല്ല, അതെന്താ? ഗാന്ധി. ഗാന്ധി. അവര് തമ്മിൽ ഗാന്ധിജിയുടെ ആരാ? ആര്? രാഹുൽ ഗാന്ധി. ആരും അല്ലല്ലോ. അവര് റിലേറ്റഡ് ആണോ? അല്ലല്ലോ. അല്ല, അയ്യോടാ. അവരാരും അല്ല. അതിന്റെ ബാക്ക് സ്റ്റോറി ഇന്ദിരാഗാന്ധിയുടെ അച്ഛൻ ഗാന്ധിനോടുള്ള ഇതിന്റെ പേരിൽ ഇന്ദിരാ ഗാന്ധി ഇട്ടതാണ്. ഓ ഞാൻ അറിഞ്ഞില്ല. ഓ അവർക്ക് ശരിക്കും അറിയാട്ടോ. നീ ഗൂഗിളിൽ നോക്കിയോ? എന്നാ പറ. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ ആരത്? ആരാ? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അതാ അവരാരെങ്കിലും ആവട്ടെ. ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞിടത്ത് നമ്മുടെ ഇല്ലടാ വയനാടിന്റെ എല്ലാം കറക്റ്റ്. ഇതുവരെ ശരിയാ. അതിനുള്ള ബുദ്ധി. ആൻസർ മാത്രം പറയുന്നില്ല. അത് ഇവളുടെ കൂടെ നടന്ന് ഇച്ചിരി പോയി. അതിന് ക്ലൂ ഉണ്ടാ? എന്നാ പറ. ഓക്കെ, ഒന്നും കൂടെ ചോദിക്കാം. ഒന്നും കൂടെ ചോദിക്കുന്ന ക്ലൂ. ആ ഓ ഫ്രണ്ട് അല്ല. അയൽവാസി അല്ല. അവിഹിതോ? എടാ, ഞാനല്ല പറഞ്ഞത്. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി അതെന്താ? രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്ന് വെച്ചാൽ എന്താ? ഒരാള്. ആൻസിന്ദു എന്താ? അതെന്താ? ആൻസിന്ദു എന്താ? തന്നെ എന്താ ആൻസിന്ദു? രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷ് ആണ്. രാജീവ് ഗാന്ധി അവരുടെ റിലേഷൻ പക്ഷെ പേരാന്ന് പറഞ്ഞില്ലല്ലോ. ദൈവം, ഇത് ആരുണ്ടാക്കിയത്? ബ്രോ ഓ മൈ ഗോഡ്, ക്ഷീണായി. എന്താ അല്ലേ? ഓക്കെ, അടുത്ത് വയ്ക്കാം. എനിക്ക് ത്രാണിയില്ല അടുത്തും കൂടി ഏറ്റുവാങ്ങാൻ. ഏറ്റവും കൂടുതൽ മഴയുള്ള രാജ്യം? രാജ്യം റെയിൻ. 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 റഷ്യ. റെയിൻ. റെയിൻ വരുന്ന ദേ നോക്കുന്നു ഗൂഗിളില്. ഗൂഗിളിൽ നോക്കി കിട്ടില്ല. ഇത് വരെയാ
എവിടെ റെയിൻ വരുന്ന എന്തെങ്കിലും രാജ്യം? റെയിൻ, മഴ. റെയിൻ ആ ക്ലൂ ക്ലൂ. ആ രാജ്യത്തിന്റെ പേരിൽ റെയിൻ ഉണ്ട്. പൊന്നു ഉറങ്ങിക്കോ. അറബിക് കൺട്രിയാണ്. റഷ്യ ഒന്നും അല്ല. റഷ്യ. ഇവനെയൊക്കെ റെയിൻ അറബിക് കൺട്രി അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പേരാണോ? പിന്നെ എല്ലാവർക്കും അറിയാം. അവിടെ കുറെ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ദുബായ് ഒക്കെ പോലെ. ദുബായ്, സൗദി അറേബ്യ. മനസ്സിലായി. ദുബായ്, ഉക്രൈൻ ഒക്കെ പോലെ വേറൊരു രാജ്യം. യുക്രൈൻ അല്ല അല്ലേ? പക്ഷെ യുക്രൈനിൽ റെയിൻ ഉണ്ട്. യുക്രൈൻ എന്റെ ബുദ്ധി. അറബിക് വേറെ ആണല്ലേ? എന്റെ ആൻസർ ഇതല്ല അല്ലേ? അറബിക് രാജ്യം കുവൈറ്റ് അതൊക്കെ പോലെ. കുവൈറ്റിൽ റെയിൻ ഇല്ല. ആദ്യക്ഷരം ലെറ്റർ ബി. ബഹ്റിൻ. അത് ബഹ്റിൻ അല്ല, ബഹ്റൈൻ അല്ലല്ലോ. ഞാൻ പറയട്ടെ, ഇതിനേക്കാളും നല്ല ആൻസർ എന്റെ യുക്രൈൻ ആണ്. നിങ്ങൾ അത് എടുത്താൽ മതി. ബഹ്റൈൻ ബഹ്റൈൻ ബഹ്റിൻ എന്നല്ലേ പറയാ? പക്ഷെ സ്പെല്ലിങ് അങ്ങനെയായിരിക്കും. ബഹ്റൈൻ. ഓക്കെ, അടുത്ത ചോദിക്കാം. ഇതെന്തായാലും ഞാൻ പറയില്ല. ഉക്രൈൻ ശരിയാ. അപ്പൊ രണ്ട് പോയിന്റ്. നിങ്ങൾ അങ്ങനെ പറയുന്നത് രണ്ട് മേ. ഓക്കെ, അടുത്ത ചോദിക്കാം. ഇതെന്താ? ഇത് ഈസിയാ. ഒരു ആൺപൂച്ചയും ഒരു പെൺപൂച്ചയും കണ്ടുമുട്ടി. അങ്ങനെ അവർ പരസ്പരം ഇഷ്ടത്തിലായി. അപ്പൊ പെൺപൂച്ച ആൺപൂച്ചയുടെ ചെവിയിൽ ഭയങ്കര സ്നേഹത്തില് ഒരു കാര്യം പറഞ്ഞു. ഐ ലവ് യു. അല്ല, ഐ ലവ് യു എന്ന് ഞാൻ മസ്താനിക്ക് മനസ്സിലാൻ വേണ്ടിട്ട് പറഞ്ഞു. അവര് പറഞ്ഞു മിയമ്മിയമ്മിയാവൂ. അടുത്തത്, തവളയുടെ മുൻപിലും കഴുതയുടെ പിന്നിലും കാണുന്നത് എന്ത്? തവളയുടെ മുന്നിലും കഴുതയുടെ പിന്നിലും. തവളയുടെ ഒന്നുകൂടി ക്വസ്റ്റ്യൻ ചോദിക്കാം, ഞാൻ അഭിനയിക്കാന്ന്. തവളയുടെ മുന്നിലും കഴുതയുടെ പിന്നിലും കാണുന്നത്. ഞങ്ങൾ പറ്റില്ല. ഓക്കെ, ഇനിഷ്യൽ ആവശ്യമില്ലാത്ത പെൺകുട്ടി. ഇനീഷ്യലോ? ആവശ്യമില്ലാത്ത പെൺകുട്ടി. ആ കുട്ടിയുടെ പേരിന് ഇനീഷ്യൽ ഓൾറെഡി ആ പേരിലുണ്ട്. അല്ലല്ല, കോമഡിയാ. വയ്യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേരാ. ഓ അല്ല, വൈ അല്ല. ഇനീഷ്യല് ആവശ്യമില്ലാന്ന്. യശോദ എന്റെ മനസ്സിൽ വന്നു. യശോദ. പക്ഷെ അല്ല, മലയാളത്തിലും വൈന്നാ സ്റ്റാർട്ട് ചെയ്യുന്നേ. മലയാളത്തിലെ വൈ ഇങ്ങനെ. ഇംഗ്ലീഷില് VAI. ഓ, ഇത് മലയാളത്തില് വൈ. ഓ, വൈഷ്ണവ്, വൈശാഖ്, വൈഷ്ണവി, വൈശാലി. നീ എങ്ങോട്ടാ പോന്നെ? ആൻസർ ഓൾറെഡി പറഞ്ഞു. വൈഷ്ണവി. വൈഷ്ണവി. ഇതറിയായിരുന്നോ? ഇല്ല. അല്ലല്ല, എന്റെ വൈഷ്ണവി. സിംഹം 3 തവണ ഗർജിച്ചാൽ എന്ത് സംഭവിക്കും? ഗർജിച്ചാലോ? അതിന് വയ്യാണ്ടാവുമായിരിക്കും. അല്ല, വേറൊരു സാധനം സ്റ്റാർട്ട് ചെയ്യും. വണ്ടി സ്റ്റാർട്ട് ചെയ്യും. കാർട്ടൂൺ ഒക്കെ കാണാറുണ്ടോ? ഇല്ല. അയ്യോടാ, ഇതിന്റെ ആൻസർ പോലും എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ഏതാ കാർട്ടൂൺ? ഭയങ്കര ഫേമസ് കാർട്ടൂൺ. മായക്കണ്ണൻ. കാർട്ടൂൺ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ സിംഹം 3 വട്ടം ഗർജിക്കും. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യും. കാർട്ടൂണിന്റെ പേര് കൊച്ചി. ടോം ആൻഡ് ജെറിയാ? ടോം ആൻഡ് ജെറി ആണോ? ടോം ആൻഡ് ജെറി. ടോം ആൻഡ് ജെറി. പക്ഷെ ഞാൻ ടോം ആൻഡ് ജെറി അങ്ങനെ കണ്ടിട്ടില്ല. ഒരു കാട്ടിൽ വിശന്ന് വലഞ്ഞ സിംഹത്തിന്റെ മുന്നിൽ ഒരു മാൻ വന്ന് പെട്ടു. സിംഹം അതിനെ ഭക്ഷിച്ചില്ല. എന്തുകൊണ്ട്? അല്ല, മാൻ സിംഹത്തിന്റെ വയറ്റിലാണെങ്കിൽ ഒന്നുമില്ല. വിശക്കാണ്. വിശന്നിരിക്കുക, പക്ഷെ കഴിച്ചില്ല. മാനിനെ കഴിച്ചില്ല. ഇല്ല. ക്ലൂ ഇപ്പൊ ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾക്ക് കടന്നു പോകുന്നത്. എന്താ, നിങ്ങക്ക് വിശക്കുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? അല്ല, നമ്മളല്ല, ചില ആൾക്കാര് പേടിച്ചിട്ട്. അല്ല, പേടിയൊന്നും.
അല്ല, സിംഹത്തിന് ജീവനുണ്ട്. സിംഹം രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഉറങ്ങുമ്പോഴും ജീവൻ. അത്താഴത്തിന് 2 എലീനെ തിന്നതാ, പിന്നൊന്നും കഴിച്ചില്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? പേടിയൊന്നുമല്ല. ആക്ച്വലി നല്ല വിശപ്പുണ്ട്. സന്ധ്യക്ക് കിട്ടിയ സിംഹം കഴിക്കും, പക്ഷെ പകലായിരിക്കും. അറിയില്ല. എന്താ? സിംഹത്തിന് നോമ്പായിരുന്നു. ഇപ്പൊ നോമ്പല്ലേ, റമദാൻ മാസല്ലേ. സിംഹം എങ്ങനെ മുസ്ലിം ആയത്? സിംഹം ഏത് പള്ളിയിലാ പോണത്? നിസ്കരിക്കാൻ ഏത് എന്റെ ദൈവം, ഇത് ഞാൻ പോലും വിചാരിച്ചില്ല. ആമസോൺ ജുമാ മസ്ജിദ്. അയ്യോ, ഇനിയുണ്ടാ? കഴിഞ്ഞില്ലേ ഇത്? അല്ല, അല്ല. ശരിക്കും ഇത് എന്തുകൊണ്ടെന്ന് വടക്കോട്ടുള്ള ഇലക്ട്രിക് ട്രെയിനിന്റെ പുക എവിടേക്കാ പോകുന്നത്? പുകയോ? ആ, വടക്കോട്ട് പോകുന്ന ഇലക്ട്രിക് ട്രെയിനിന്റെ പുക എങ്ങോട്ടാ പോകുന്നേ? മുകളിലോട്ട്. ഇതറിയായിരുന്നല്ലേ? അതിന്റെ ആൻസർ. അതൊന്നല്ല ആൻസർ പോകുന്നത്. അല്ല, പുക പോകുന്നത് മുകളിലോട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കാറ്റടിക്കുമ്പോ ഇങ്ങനെ ബാക്കിലോട്ട് പോകും. ഓ, ഇലക്ട്രിക് ട്രെയിന് പുകയില്ലേ? അല്ല, മസ്താനി ഇത് നേരത്തെ അറിയാറില്ല. ഞാൻ ആ കോൺഫിഡൻസിൽ മേലേക്ക് ശരിയാണല്ലോ. ആൻസർ പോലും നോക്കേണ്ടി വന്നില്ല. പക്ഷെ ഞാൻ എന്റെ ബുദ്ധി വെച്ച് പറഞ്ഞു, അത് കറക്റ്റ് ആയി. ഇവിടെ നല്ല ബുദ്ധി ഒന്ന്. അല്ലല്ല, ഇവക്കൊന്നും മനസ്സിലായില്ല, ഞാനാ പറഞ്ഞത്.